കൊറേ നാളായി ചേച്ചിയുടെ പുറകെ നടക്കുമല്ലേ, ഒന്ന് എടുത്തൂടെ? മോന് അത്ര ഇഷ്ടമാണ് രാത്രി വീട്ടിൽ വാ, ചേച്ചി എടുത്തോ പിടിച്ചോ തരാം. ഞാൻ ലിസി എടുക്കുന്ന പറഞ്ഞേട്ടെ. കണ്ണ് കാണാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ച് പിടിച്ചു നിന്നോളാൻ പറഞ്ഞതാ. കുറച്ചു കഴിഞ്ഞപ്പോ മാങ്ങ ഞെക്കി പെഴിയാൻ തുടങ്ങി. ഞാൻ കരുതി അറിയാതെ ആവുന്നിട്ട് ദേ ഇപ്പൊ ചക്കയുടെ ചൊള പറിച്ചോണ്ട് നിക്കുക. അപ്പൊ ഇയാൾക്ക് കണ്ണ് ശരിക്കും കാണാനല്ലേ, ചപ്പാത്തി കുഴക്കലാ പണിയും തോന്നുന്നു. ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് എന്താണ്? വൈകുന്നേരം 2 പെഗ് കഴിക്കുന്നതും ഒരു ജോയിന്റ് റോൾ ചെയ്യുന്നതും എന്നിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ആശ്വാസകരമാണ്. മക്കളെ, അപ്പച്ചന്റെ ബീഡി തീർന്നു, ജോയിന്റ് ഇടാൻ വേറെ ടൂൾസ് ഇല്ല, ഒന്ന് കടയിൽ പോയിട്ട് ഓടി വരാം. നീ എക്സാം പാസ്സായോ? ഇല്ല, ഞാൻ ജോയിലിനെ നോക്കിയാണ് എഴുതിയത്. ചുമ്മാതെയാണോ നീ ജയിക്കാത്തത്? അവന്റെ പേപ്പറിൽ നോക്കി എഴുതാതെ അവന് നോക്കി എഴുതിയാ നീ ഊമ്പില്ലേ? മൈരേ, കാണുമ്പോ പൊങ്ങും പോകുമ്പോ താഴും. എന്താ ഉത്തരം? നിന്റെ അച്ഛന്റെ അണ്ടി. അദ്ദേഹം മദ്യപിച്ച് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പൊ സമാധാനമുണ്ട്. മദ്യം ഉപേക്ഷിക്കൂ, സമാധാനം കണ്ടെത്തുക. എവിടാ കണ്ണേട്ടോയ്, എവിടെയാ? നമുക്ക് ദീപാവലി ആഘോഷം തുടങ്ങിയാലോ ഇച്ചായ? എവിടെ നമ്മുടെ മോൻ വിഷ്ണു? വാണമില്ലാതെ എന്താഘോഷം? വിഷ്ണു വാണങ്ങളിക്കിടയിലെ രാജാധിവാണം. തുണ്ടുള്ളവരൊക്കെ പെട്ടെന്ന് തന്നോ, ഇല്ലെങ്കിൽ പണി കിട്ടൂ കേട്ടോ. വീട്ടിൽ പോയി അയച്ചു തരാം, ഫോണില് ചാർജ് ഇല്ലായിരുന്നു. ഞാനൊരു സ്കോർ കൊടുക്കാൻ ടൗണിൽ പോയതാ, ഏതോ കുണ്ണ എന്നെ ഒറ്റി, പോലീസ് എന്നെ ഇപ്പം തൂക്കും. എന്റെ പപ്പായ എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? നല്ലോണം വലുതായിട്ടുണ്ടല്ലേ. കയ്യിലിരിക്കുന്ന പപ്പായാണേ, അല്ലാതെ മറ്റേതല്ല. ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിഷ്ണുവിന്റെ അപ്പാപ്പൻ സുധാകരനാണ് ഞെട്ടിവടിയായത്. മുത്തച്ഛൻ വടിയായത്തോടെ ബില്ല് കൊടുക്കാൻ പണമില്ലാതെ കൊച്ചുമോനും സ്പോട്ടിൽ മോഹാലസി. ചാകര നോക്കി ഇറങ്ങിയതാ, കിട്ടിയതാണെങ്കിൽ ഈ പുളുന്താനെ പേര് ചോദിച്ചപ്പോ ആഷിക്കെന്നാ പറഞ്ഞ. നിങ്ങൾക്കറിയോ ഈ പ്രാന്തൻ ഏതാണെന്ന്? 15 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എടി പെണ്ണെ, മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ, മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. എന്റെ ബെസ്റ്റ് ഗർഭിണിയാണ്, അതിന് കാരണം അമലാണെന്നാണ് അവൾ പറയുന്നത്. വേഗം അവനെ മെൻഷൻ ചെയ്യും, അവളുടെ ഗർഭം ഏറ്റെടുക്കാൻ പോയ. ചേട്ടാ, 2 പൊറോട്ടയും 1 ഓംലെറ്റും. സിംഗിൾ ആണോ? ആണെങ്കിൽ തന്നെ മോളെ കെട്ടിച്ചു തരുവോ മൈരെ? മോനെ സിനാനെ, നീ എന്താണ് മലേഷ്യ പോകുന്നത്? പെണ്ണ് കെട്ടാനാണ്. അതെന്താ? ടീച്ചർ പറഞ്ഞല്ലേ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.